ഹലോ. ഒരു വെക്കേഷൻ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞാൽ മൊത്തത്തിലൊന്ന് അടച്ചു വാർത്ത് റീസെറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇത് റീസെറ്റ് ചെയ്യാനുള്ള പ്ലാനൊക്കെ ചുവടിൽ എഴുതി വെച്ച് ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പം അച്ഛൻ്റെ കാപ്പിക്കുരുവും അടയ്ക്കയും ജാതിക്കയൊക്കെ ഉണക്കാനിട്ടേക്കുന്നത് കണ്ടു. ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചകളിലൊന്നാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളെ എനിക്ക് കാണിക്കണമെന്ന് തോന്നി. നമ്മുടെ ചാമ്പ ഇവിടെ കായ്ച്ച് കിടപ്പുണ്ട്. എല്ലാ വീടുകളിലൊക്കെ കാണും, പക്ഷേ എന്തോ എനിക്ക് കാണിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നു. അങ്ങനെ പൊറോട്ട എന്നപ്പോൾ എൻ്റെ അച്ഛൻ നമുക്ക് കുറച്ച് ഇഞ്ചി പറിച്ച് വെച്ചിട്ടുണ്ട്. ഇതും ഇനി ക്ലീൻ ചെയ്യണം. അപ്പോൾ ഒരു കുഞ്ഞ് വാഴക്കൊലയും കൂടെ ഉണ്ട്, അവിടെ ആയിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ക്ലീനിങ്ങിൻ്റെ കാര്യം, ഈ ഓരോ വെക്കേഷൻ അല്ലെങ്കിൽ ഓരോ സെലിബ്രേഷൻ കഴിയുമ്പോഴത്തേനും മൊത്തത്തിലൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണുമ്പം ഒരു ഭയങ്കരമായ സന്തോഷമോ ഗ്രാറ്റിറ്റ്യൂഡോ അങ്ങനെ എന്തൊക്കെയോ ഒരു ഫീലിംഗാണ് എനിക്കിഷ്ടമുള്ള പരിപാടികളിലൊന്നാണ് ഈ ക്ലീനിങ് എന്ന് പറയുന്നത്. അപ്പം എല്ലാ റൂമും നമ്മളിതുപോലെ അടിച്ച് തുടച്ച് ബെഡ്ഷീറ്റൊക്കെ വാറി അങ്ങനെ മൊത്തത്തിൽ അതിനെ ഒന്ന് ഫ്രഷ് ആക്കി എടുക്കുമ്പോഴത്തേനും നമുക്ക് ആ റൂമിൽ കിടക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നും. ഇത് ഞാൻ ഇൻസ്റ്റ കണ്ടിട്ട് ഹാക്കാട്ടോ, ഇച്ചിരി ധൃതി ചെയ്തൊന്നും വർക്കൗട്ട് ആയില്ല, ഇച്ചിരി പയ്യെ ചെയ്താൽ എല്ലാവർക്കും വർക്കൗട്ട് ആവുമായിരിക്കും. അങ്ങനെ ബെഡ്ഷീറ്റും എല്ലാം മാറ്റി എല്ലാം റെഡിയാക്കി റൂം ഫുള്ള് സെറ്റ് ചെയ്തെടുത്തു. എല്ലാ റൂമും നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് വീട് മൊത്തം അടിച്ച് തുടച്ച് കഴുകി വൃത്തിയാക്കി. നമ്മൾ പണിയെടുക്കുന്ന കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഇന്നിപ്പം കെട്ടൂൺ സാറ് നമ്മളെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. കാർ പോർച്ച് ഉൾപ്പെടെ നമ്മൾ കഴുകിയിട്ടു, പ്ലസ് കാറും കൂടെ കഴുകിയിട്ടു. അപ്പം നമ്മുടെ തൽക്കാലത്തെ ക്ലീനിങ് ഇവിടെ തീരുകയാണ്. സ്റ്റേ ട്യൂൺഡ്.